കേറ്റഗതികളിലൂടെ അവർ ആ പ്രവർത്തനം നടത്തിയിട്ടുമുണ്ട്. അഖ്താബും അറിയാത്തും അംജാദും അങ്ങനെ വിവിധങ്ങളായ കേറ്റഗതികൾ അങ്ങനെ പോയിട്ടുണ്ട്. ആ കൂട്ടത്തിലെല്ലാം മികച്ചു നിൽക്കുന്നവരാണ് സാദാത്തുകൾ. തുടങ്ങി ഇങ്ങോട്ടുള്ള നമ്മുടെ കേരളീയ പരിസരം മാത്രം പരിശോധിച്ചാൽ വിവിധ കബീലകളിലുള്ള ധാരാളം സാദാത്യങ്ങൾ അത്തരം ആത്മീയ നേതൃത്വങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്, ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ആളുകളെ മുമ്പിലേക്ക് വിശ്വാസികൾ മാത്രമല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, അവിശ്വാസികളായ അല്ലെങ്കിൽ ഇതര മതസ്ഥരായ സഹോദര സമുദായത്തിലെ അംഗങ്ങൾ പോലും കടന്നു വന്ന് സങ്കടങ്ങളും വിഷമങ്ങളും ഇറക്കി വെക്കാനുള്ള അത്താണികളായി കാണുകയും അത്തരം ആളുകളോടുള്ള ആദരവുകൾ കാത്തു സൂക്ഷിക്കുകയും വിശുദ്ധ ഇസ്ലാമിന്റെ ഉയർച്ചക്കും വളർച്ചക്കും അതൊരു വലിയ സഹായമാവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചുരുക്കുന്നു, ജീവിതകാലത്ത് മാത്രമുള്ള പവറല്ല ഈ പവർ. അല്ലാഹു തആല കൊടുക്കുന്നത് മരണത്തിന് ശേഷവുമാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരെ മുഫസ്സിറുകൾ പറയുന്നു, അവരുടെ പവർ ശാരീരിക പവറല്ല, സ്പിരിച്വൽ പവറാണ്, ആത്മീയ പവറാണ്. ആത്മീയതക്ക് മരണം ഇല്ല, ആത്മാവിന് മരണം ഇല്ല. മറിച്ച് ആത്മാവും ദേഹവും ദേഹിയും വേർപിരിയുന്നതാണ് മരണം. ആത്മാവിന് മരണമില്ല. എങ്കിൽ ആത്മാവിന്റെ പവറുള്ള കാലത്തോളം അത് അനുവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആ പവറാണ് മഹാന്മാരായ ഔലിയ എന്നും സാദാത്യങ്ങൾക്കും മരണശേഷം മഖബറുകൾ നിർമ്മിച്ച് ആ മഖബറുകളിലൂടെ ഉറൂസുകൾ സംഘടിപ്പിച്ച് പുതിയ തലമുറക്ക് അവരുടെ ചരിത്രങ്ങൾ പകർന്നു നൽകി അവരുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ മഖബറുകളോടുള്ള ബന്ധവും ആദരവും സൂഫികളോടും ഔലിയാവിനോടും സാദാത്തിനോടുമുള്ള ആദരവുകളും അന്നും ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ കൊച്ചു കേരളത്തിലെ മമ്പർത്തപ്പാപ്പാന് മഖബറ മുതൽ അങ്ങകൽ അജ്മീർ ഷരീഫിലെ നവാസ് മഖബറ വരെ ഇന്ത്യ രാജ്യത്തും വിശാലമായ ലോകത്ത് അങ്ങകല ബഗ്ദാദിലും മദീനയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇടക്കാലത്ത് വെച്ച് ചില ആളുകളൊക്കെ ആ മഖബറ സിയാറത്ത് ചെയ്യുന്നതും അതുപോലെ മഹാന്മാർ അനുഗ്രഹം തേടുന്നതുമൊക്കെ മറ്റു ചില കോണിലേക്ക് ചർച്ചകൾ തള്ളിവിട്ടപ്പോൾ പല ആളുകളും പറഞ്ഞു, അവിടെ ചാദ്രകൾ അർപ്പിക്കുന്നവർ, മഖബറുകളെ ആദരിക്കുന്നവർ, അവിടെയുള്ള നേർച്ചകൾ നടത്തുന്ന കൂട്ടത്തിൽ എല്ലാ ജാതി മതസ്ഥരും ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളും സാമൂഹിക നായകന്മാരും ഒന്നും അത്തരം വിഷയങ്ങൾ ദയവ് ചെയ്ത് ഇടപെടരുത് എന്ന അഭ്യർത്ഥനകളും റിക്വസ്റ്റുകളും താക്കീതുകളും ഒക്കെ പല ഭാഗത്തും വന്നത് ഇടയ്ക്ക് കഴിഞ്ഞു പോയത് ഞാൻ ഓർമ്മിക്കുന്നില്ല. ഏതായിരുന്നാലും ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആത്മീയ പവറും ആത്മീയ നേതൃത്വവും എക്കാലത്തും അനുഗ്രഹീതമാണ്. മൺമറഞ്ഞാലും അവരെ സ്മരണകൾ അനുസ്മരിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിന്റെ പാരമ്പര്യം എന്നോളം അറിയപ്പെട്ട സാദാത്ത് വിവിധ തറവാടുകളുടെ കൂട്ടത്തിൽ, കബീറകളുടെ കൂട്ടത്തിൽ ജബലുല്ലൈൽ, ആ തറവാട്ടിലെ ഒരുപാട് മഹത്തുക്കൾ അന്ത്യവിഷമം കൊള്ളുന്ന ഈ മഖാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൽഹംദുലില്ലാ ആ തറവാട്ടിലെ ധാരാളം സാദാത്യങ്ങൾ ഇന്നും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ രംഗത്ത് മികച്ചു നിൽക്കുന്ന, മുമ്പിൽ നിൽക്കുന്ന ധാരാളം സാദാത്യങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങകലെ എറണാകുളത്തിന്റെ അറ്റത്തു നിന്നൊക്കെ ബഹുമാന ഉസ്താദ് അവറുകൾ മറ്റു പല നേതാക്കന്മാരും ഈ സാദാത്യങ്ങളെ ബഹുമാനിച്ചും ആദരിച്ചും സ്മരിച്ചും സ്നേഹിച്ചുകൊണ്ട് അവർ ഓടി എത്തിയിരിക്കുന്നു. അല്ലാഹു ജല്ല ജലാൽ സാദാത്യങ്ങളെ സ്നേഹിച്ച് ഉത്തരവിടെ പൊരുത്തം കരസ്ഥമാക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുആ ചെയ്യേണ്ട ധാരാളം രോഗികളുണ്ട്. ബഹുമാനയുടെ പി.കെ. അബ്ദുറഹ്മാൻ മാസ്റ്റർ എല്ലാ ഉറൂസിലും ഒക്കെ സജീവമായിരുന്ന ആളാണ്. എന്റെ സുഹൃത്തു കൂടെയായ നമ്മുടെ പള്ളിക്കൽ ബസാർ റഫീഖ് സഖാഫി വലിയ വിഷമത്തിലാണ്. ധാരാളം രോഗികൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസത്തിലുമുണ്ട്. അല്ലാഹു ജല്ല ജലാൽ അവരടക്കം നമ്മുടെ മുഴുവൻ സാദാത്യങ്ങൾക്ക് നേതൃത്വത്തിന് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. സുൽത്താൻ ഉലമയടക്കമുള്ള നേതൃത്വത്തിന്റെ അംഗീകാരത്തോടുകൂടെ ദീർഘകാലം പ്രവർത്തിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്ത് ആശംസ ഇൻഷാ അല്ലാഹ്
പ്രത്യേകിച്ചും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പരിപാടികളും എടുത്തു പറയണം. ഇന്നലെ മിനിയാൻ തലേനാളൊക്കെ ബഹുമാനപ്പെട്ട ശ്രമതി ഞങ്ങൾ പാപ്പയും ഞങ്ങളും ഒക്കെ എല്ലാ സ്ഥലത്തും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എല്ലായിടത്തും ഇങ്ങനെ എല്ലാവരും ഇവിടെ ഉറൂസ് ഉണ്ടായിട്ട് മനസ്സിവിടെയാണ്. എന്നാൽ കാരണം സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനമാണ്. അതൊരു സംഭവം ആകും എന്നതിൽ ആർക്കും തർക്കമില്ല. പല നില